ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിലൊക്കെ പുരട്ടി കഴിക്കാൻ പാകത്തിനുള്ളൊരു മത്തിത്തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൽ ചെറിയൊരു കഷ്ണം മാങ്ങ, കുറച്ച് പഴുത്ത തക്കാളി, അതുപോലെ കുറച്ച് കുടംപുളിയൊക്കെ ചേർക്കുന്നുണ്ട്. ഇടത്തരം മത്തി 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഒന്ന് വെട്ടി കഴുകി എടുത്തിട്ട് വരാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ചൂടായ ശേഷം 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞ് ചതച്ചത്, 2-3 വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. 5-6 ചെറിയ ഉള്ളി അതും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും, 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്. ഉള്ളിയൊക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ കുരുമുളക് ചതച്ചും കൂടെ ചേർക്കാം. ഇനിയും ചെറിയൊരു തക്കാളി പഴുത്തത്, കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്. ഇതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളക് ചതച്ചും കൂടെ ചേർത്ത് ഒന്ന് വാടി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവ പൊടിച്ച 1/2 ടീസ്പൂൺ, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തൊന്ന് ചൂടാവുന്നവരെ ഇളക്കിയിട്ട് 1 ടംബ്ലർ വെള്ളം കൂടെ ഒഴിക്കാം. 1 ടീസ്പൂൺ ഉപ്പുപൊടി, 1 കഷ്ണം പുളി കുതിർത്ത ശേഷം 3-4 ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, 1 കൈ തേങ്ങ ചതച്ചെടുത്തത്. ഈ കല്ലിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. ഇനി ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ മീൻ ഇതിലേക്ക് ചേർത്തിട്ട് ഈ തവി കൊണ്ട് തന്നെ നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി പുരട്ടി വയ്ക്കാം. 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കാം. ഇത് നമ്മൾ തോരനുമല്ല കറിയല്ലാത്ത ഭാഗത്തുള്ള മീനാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് വെള്ളം അധികം ഒഴിക്കേണ്ട, മീനിലുള്ള വെള്ളം ഇറങ്ങിക്കോളും. ഇപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് വെച്ച ശേഷം 7 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. മീൻ നല്ലതുപോലെ വെന്ത് വറ്റിയിട്ടുണ്ട്. വറ്റിയെന്ന് പറഞ്ഞാൽ ചെറിയൊരു ചാറോടെ കൂടി, തോരനുമല്ല കറിയല്ലാത്ത പരുവം. ചോറ് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നും വെക്കേണ്ട. ഇതിൻ്റെ ചാറ് പുരട്ടി നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം. ഇഡലിയും ദോശയും കഴിക്കാനും വളരെ നല്ലതായി മീൻ ചാറ്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഇറക്കി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിക്കാം. ഉപ്പും പുളി എരിവെല്ലാം ഇപ്പോൾ പാകത്തിനുണ്ട്. ഇനി 1 ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മീനാണ് മത്തി. അതുപോലെ ഏറെ ഗുണങ്ങളുമുണ്ട്. ഈ രീതിയിൽ വെച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയണം. വീണ്ടും കാണാം. താങ്ക് യു.